ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ചേട്ടാ, എനിക്ക് എപ്പോഴാണ് ഈ ഇൻസ്ട്രീം ആഡ്സിന്റെ സെറ്റപ്പ് ബട്ടൺ കിട്ടുന്നത്? ചേട്ടാ, എനിക്ക് പിന്നെ ആഡ്സ് ഓൺ റീൽസിന്റെ സെറ്റപ്പ് ബട്ടൺ എപ്പോഴാണ് കിട്ടുള്ളത്? അതുപോലെ തന്നെ ബോണസിന്റെ സെറ്റപ്പ് ബട്ടൺ എപ്പോഴാണ് കിട്ടുന്നത്? ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് കമന്റിൽ വന്നിട്ടും മറ്റും മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പല പ്രാവശ്യം എൻ്റെ വീഡിയോയിലൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ നിങ്ങൾക്ക് ആഡ്സ് ഓൺ റീൽസ്, ഇൻസ്ട്രീം ആഡ്സ്, അതുപോലെ തന്നെ പെർഫോമൻസ് ബോൺസ്, ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സെറ്റപ്പ് ബട്ടൺ വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇനി ഈ ജനുവരി വരെ, അതായത് ഈ ഡിസംബർ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ആ ഈ പറയുന്ന ഈ 3 ടൂൾസിൻ്റെയും പിന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള, ചിലപ്പോൾ ഇൻസ്ട്രീം ആഡ്സിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ സെറ്റപ്പ് ചെയ്യുമ്പോൾ ലേൺ മോർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ടൂൾസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ അയച്ചു തരില്ല. അപ്പം അതൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ട് ഇപ്പം മൊത്തത്തിൽ ജനുവരി 1 മുതൽ നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് ആണ് ഇനി മുതൽ വരാൻ വേണ്ടി പോകുന്നത്. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ തന്നെ ഈ 3 ടൂളും ഒരുമിച്ചിട്ടാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ അടങ്ങുന്നത്. അതായത് പിന്നെ പെർഫോമൻസ് ബോണസ്, ഇൻസ്ട്രീം ആഡ്സ്, അതായത് ആഡ്സ് ഓൺ റീൽസ്, ഈ 3 ടൂൾസും ഒരുമിച്ചിട്ടുള്ള ടൂളാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്. അതായിരിക്കും നിങ്ങൾക്ക് ഇനി സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾ ഫേസ്ബുക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള ടൂൾസിനൊന്നും നിങ്ങൾ ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല. അതൊന്നും നിങ്ങൾക്ക് ഫേസ്ബുക്കിന് ഷെയർ ചെയ്യില്ല, അതായത് ഇൻവൈറ്റ് ചെയ്യില്ല. അതായത് ഞാൻ ഇപ്പം നോക്കിക്കോ, ഞാനിപ്പം അതിൻ്റെ ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫേസ്ബുക്കിന് നമ്മൾ ഓപ്പൺ പേജ്, ഫേസ്ബുക്ക് പേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ്റെ സെക്ഷനിൽ പോയിട്ട് ഈ കാണുന്ന ടൂൾസ് ഒന്നും, ഈ ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, ഇൻസ്ട്രീം ആഡ്സ്, ഈ 3 എണ്ണത്തിന്റെ ഇൻവൈറ്റ് നിങ്ങൾക്ക് വരില്ല. അതിന് പകരം നിങ്ങൾക്ക് വരുന്നത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ളൊരു പിന്നെ ടൂൾസ് ആയിരിക്കും. അതിലായിരിക്കും ഈ 3ഉം ഉൾപ്പെടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ഇനി ചെയ്യേണ്ടത്? ഈ 3 ടൂളും ഒരുമിച്ചിട്ടുള്ള ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? അത് ഇതിൽ തന്നെ പിന്നെ കാണിക്കുന്നുണ്ട്. ആഡ്സ് ഓൺ റീൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലേൺ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ബേറ്റ, ഹൗ ഡു ഐ ജോയിൻ? ഇറ്റ് ഈസ് ഈസിയർ ദാൻ എവർ ടു ഏൺ മണി അക്രോസ് ദ റേഞ്ച് ഓഫ് കണ്ടന്റ് ഫോർമാറ്റ്സ് ഓൺ ഫേസ്ബുക്ക്. അതായത് 3 ഒരുമിച്ചിട്ടുള്ള ടൂൾസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിന് ബെസ്റ്റ് പ്രാക്ടീസ്, അതായത് നമുക്ക് ഈ ടൂൾസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്? അത് ഫേസ്ബുക്ക് ഇതിൽ തന്നെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹിയർ ആർ വേ ടു ഒപ്റ്റിമൈസ് യുവർ കണ്ടന്റ് ഫോർ മോണിറ്റൈസേഷൻ, അതായത് മോണിറ്റൈസേഷനിലേക്കുള്ള പിന്നെ വഴി. അതായത് അത് ഇവിടെ തന്നെ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് എക്സ്പെരിമെന്റ് വിത്ത് മൾട്ടിപ്പിൾ കണ്ടന്റ് ഫോർമാറ്റ്, യു ക്യാൻ ഏൺ മണി ഓൺ വീഡിയോ, റീൽസ്, ഫോട്ടോസ് ആൻഡ് ടെക്സ്റ്റ് പോസ്റ്റ്. ട്രൈ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ടു സീ വാട്ട് റീസണേറ്റ്സ് വിത്ത് യുവർ ഐഡിയാസ് ആൻഡ് ഡ്രൈവ്സ് ഏണിംഗ്. അപ്പോൾ മനസ്സിലായില്ല? യു ക്യാൻ ഏൺ മണി ഓൺ വീഡിയോ, റീൽസ്, വീഡിയോ, റീൽസ്, ഫോട്ടോസ് ആൻഡ് ടെക്സ്റ്റ് പോസ്റ്റ്. ട്രൈ ഈ 4 സാധനം, അതായത് അതിൻ്റെ കൂടെ ലൈവും പെട്ട് ഇതൊക്കെ മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ചിട്ട് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നത്. എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാലും ആൾക്കാർ, ചില അറിയാത്ത ആൾക്കാർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നൊരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതിയത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഫേസ്ബുക്ക് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കണ്ടന്റും നിങ്ങൾ ഒരുമിച്ചിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുമിച്ചിട്ട് എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ മൊത്തത്തിൽ നിങ്ങൾ ചെയ്യണമെന്നല്ല. റീൽസും അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫോട്ടോസും ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ലോങ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-20 മിനിറ്റ് ഒക്കെ വേണമെന്നൊന്നുമില്ല. ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റ് ഉള്ളിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവ്, അതായത് ഇതൊക്കെ ഡെയിലി നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നില്ല, എല്ലാം ഒരുമിച്ചിട്ടായിരിക്കണം. ചില ആൾക്കാർ റീൽസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നത്, ചില ആൾക്കാർ ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നത്, ചില ആൾക്കാർ ലോങ് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇനി മുതൽ ഈ ടൂൾസ് ലഭിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം അടങ്ങിയിട്ടുള്ള ടൂൾസ് ആണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ. നേരത്തെ നമുക്ക് ഇൻസ്ട്രീം ആഡ്സ്, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് ഇൻസ്ട്രീം ആഡ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഇൻസ്ട്രീം ആഡ്സ് ആണ് മെയിൻലി ലോങ് വീഡിയോയുടെ ഒരു ടൂളായിട്ടുണ്ടായിരുന്നത്.
അതുപോലെ തന്നെ ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നവർക്ക് നേരത്തെ പെർഫോമൻസ് ബോണസിന്റെ ടൂൾസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീൽസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നവർക്ക് നേരത്തെ ആഡ്സ് ഓൺ റീൽസിന്റെ ടൂൾസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടൂൾ, അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിലുള്ള എല്ലാ കണ്ടന്റ് ഒരുമിച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഈ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കൂടും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇത് മൊത്തം എല്ലാം ഒരുമിച്ചിട്ട് ഒരേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ പ്രൈമറി എന്താണ് റീൽസ് ആണെങ്കിൽ അത് കണ്ടിന്യൂ റീൽസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്തോളൂ. മറ്റുള്ളതൊക്കെ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നരാട നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ തീരെ ചെയ്യാണ്ട് ഒരൊറ്റ കണ്ടന്റിൽ മാത്രം, ഒറ്റ ഫോർമാറ്റിൽ മാത്രം നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത കുറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ മൊത്തത്തിൽ മിക്സ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ if you haven't already start experiments with reels are the best way to get discovered by new audience and grow on Facebook. അതായത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് റീൽസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ റീച്ച് കൂടി നമ്മളെ പബ്ലിക് ശ്രദ്ധയെ ആകർഷിക്കുന്നതും അതുപോലെ തന്നെ ഫോളോസ് കൂടുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് റീൽസിലാണ്. അതായത് റീൽസിലാന്നുള്ള ഈ ഫോളോ ബട്ടൺ ഉള്ളത്. അപ്പൊ ഈ റീൽസ് റീച്ച് കൂടുന്നത് അതുപോലെ തന്നെ വൈറലാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫോളോവേഴ്സും കൂടും. അപ്പം ഫേസ്ബുക്ക് തന്നെ അതാണ് കാണിക്കുന്നത്. നമ്മൾ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടത് റീൽസിലാണ്. പിന്നെ ഒപ്റ്റിമൈസ് ഫോർ വെർട്ടിക്കൽ വീഡിയോ, എക്സ്പെരിമെന്റ് വിത്ത് ബ്രിങ്ങിങ് യുവർ ക്രിയേറ്റീവ് ഐഡിയാസ് ടു ലൈഫ് ഇൻ എ വെർട്ടിക്കൽ ഫോർമാറ്റ്. അതായത് ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ടൈപ്പിലായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് വെർട്ടിക്കൽ മോഡലിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. അതായത് ലോങ് വീഡിയോ നമ്മൾ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും പോലെയല്ല, ഇങ്ങനെ ആയിരിക്കണം. അതായത് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, 1:1 റേഷ്യോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ റീൽസും ഷോർട്സൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ മൊത്തത്തിലുള്ള 9:9:16 നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി റീച്ച് കൂടാനുള്ള സാധ്യത. ഈ ലെവലിൽ ഷൂട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ്. അതേ സ്ഥാനത്ത് യൂട്യൂബിലാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഫേസ്ബുക്കിൽ ഇങ്ങനെ ആയിരിക്കണം. പിന്നെ അടുത്ത് പറയുന്നത് മേക്ക് ദ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് റിസീവ്സ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ വെൻ ദ primarily post content that is filmed or created by them. Original content contains your unique. അതായത് ഒറിജിനൽ കണ്ടന്റ് ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കൂടുന്നത്. അതായത് മനസ്സിലായില്ല? നമ്മൾ പിന്നെ മറ്റുള്ളിടത്തുനിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആടുന്നവിടത്തൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആയിരിക്കണം. അത് ലോങ് വീഡിയോ ആയാലും ശരി, റീൽസ് ആയാലും ശരി, എന്തായാലും ശരി, ഒറിജിനലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടീമിനായിരിക്കും ഇതൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുന്നതും ഏണിങ്സ് നമുക്ക് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ടൈലർ യുവർ കണ്ടന്റ് ഫോർ യുവർ ഓഡിയൻസ് ഫോർ ഫേസ്ബുക്ക്. അതായത് നിങ്ങൾ ഒരുമിച്ചിട്ട് ഇത് പിന്നെ ക്രോഡീകരിച്ചിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ ഫോക്കസ് ഓൺ എൻഗേജ്മെന്റ് ബിയോണ്ട് വ്യൂസ് ആൻഡ് വാച്ച് ടൈം. കണ്ടന്റ് ദാറ്റ് എൻകറേജ് interaction such as reactions, comments and shares tend to perform better. അതായത് നമുക്ക് എന്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും റീൽസ് ആയാലും ലോങ് വീഡിയോ ആയാലും ഫോട്ടോസ് ആയാലും കമന്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കണം. അതായത് നമ്മളെ ഫോളോവേഴ്സ് എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ ലൈക്ക് തന്നാലും നല്ലൊരു കമന്റ് തന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ റിയാക്ട് ചെയ്യണം. ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കരുത്. നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലായാലും അതുപോലെ തന്നെ പേജ് ആയാലും പിന്നെയും നമ്മൾക്ക് ഗ്രോത്ത് കൂടുകയും ചെയ്യും. അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഫോളോവേഴ്സ് ആയിട്ട് അടുക്കുന്നു അത്രത്തോളം നമ്മളെ ഗ്രോത്ത് കൂടും, റീച്ച് കൂടും. അതുപോലെ തന്നെ നമുക്ക് ഏണിങ്സും അങ്ങനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരു കാര്യം വിട്ടിട്ട് പിന്നെ അത് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാതെ മെയിൻ ചെയ്യാതെ പിന്നെ അടുത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഫോളോവേഴ്സൊക്കെ ഈ കമന്റും ഇതൊക്കെ ഇട്ടിട്ട് അവരെ മെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ രണ്ടാമത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല. അതുപോലെ തന്നെ അവരുടെ വീഡിയോസിന് നമ്മൾ കമന്റ് ഇട്ട് കൊടുക്കാനും ലൈക്ക് ഇട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടാ. ഇല്ല ഇങ്ങോട്ട് വാങ്ങിയപ്പോഴും അങ്ങോട്ടും കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബെസ്റ്റ് പ്രാക്ടീസ്, അതായത് ഈ ഫേസ്ബുക്കിന്റെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കും വായിച്ചിട്ട് നോക്കാം. ഫേസ്ബുക്കിന്റെ ഇവിടെയാണ് ഉണ്ടാവില്ല. ഫേസ്ബുക്കിന്റെ റീൽസിന്റെ ഓപ്ഷൻ ഫേസ്ബുക്കിന്റെ ആഡ്സ് ഓൺ റീൽസ്
ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ കണ്ടന്റ് മോണിറ്റൈസേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിഫൈ ആവും. നല്ല രീതിയിൽ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ സാധനം ലഭിക്കും. അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് ലഭിക്കും. അതേ സ്ഥാനത്ത് നിങ്ങൾ പിന്നെ ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ട് ഇപ്പം എല്ലാവർക്കും ഡൗട്ട്, എല്ലാവർക്കും പിന്നെ ഒരു നിരാശ, അതായത് എല്ലാവർക്കും ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾക്കൊന്ന് ലഭിച്ചില്ലെങ്കിലോ ലഭിക്കുന്നില്ലെങ്കിലോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റൂല. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അടുത്ത് തന്നെ 2-3 പേര് എന്നോട് ഈ സ്റ്റാർസിന് പിന്നെ സെറ്റപ്പ് ബട്ടൺ പിന്നെ അതിന്റെ ഓപ്ഷൻസ് ലഭിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ അറിയുന്ന ടീം തന്നെയാണ്. അപ്പം ഫസ്റ്റ് തന്നെ സ്റ്റാർസിന്റെ പിന്നെ സെറ്റപ്പ് ബട്ടൺ ആയിരിക്കും ഓൺ ആയിട്ട് വരുന്നത്. അതിന് ശേഷമാണ് മറ്റുള്ള ടൂൾസ് ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ സ്റ്റാർസിലാണ് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. ആ സെറ്റപ്പ് ബട്ടൺ വന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നമുക്കൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. യൂട്യൂബിനെ പോലല്ല. യൂട്യൂബിനൊക്കെ ഒരു 4000 മണിക്കൂറും അതുപോലെ തന്നെ 1000 സബ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി കിട്ടിയില്ലെങ്കിലും നമുക്ക് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേ നമുക്കൊരു പ്രതീക്ഷയുണ്ട് മനസ്സിൽ. പക്ഷെ ഇതിലൊരു പ്രതീക്ഷയില്ല. നമുക്ക് എപ്പോഴാണ് കിട്ടല് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ശിക്കാരി ശമ്പൂരെ പോലെ കിട്ടിയാലേ ചട്ടി. പക്ഷെ തീരെ കിട്ടാണ്ടില്ല കേട്ടോ. ആൾക്കാർക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി പറയാൻ പറ്റൂല. ഇനി ഭാവിയിൽ പിന്നെ 25 ജനുവരിയിലൊക്കെ ചിലപ്പോൾ പുതിയ ഒരു രീതിയിലുള്ള ക്രൈറ്റീരിയ വരുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. നിലവിൽ ഇങ്ങനെയാണെന്നുള്ളത് 3 ടൂൾസ് ഒരുമിച്ചിട്ടുള്ള കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാവർക്കും ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നവർക്ക് പിന്നെ കൊടുക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ തന്നെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.